ഹരി ഓം. ഏവർക്കും അവിടുത്തെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏപ്രിൽ മാസഫലമാണ്. മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക, എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ശ്രദ്ധിച്ചു പോയാലാണ് നമുക്ക് എന്ത് ചെയ്യുക, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക, അല്ലെങ്കിൽ ഒരു ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളാണല്ലോ എല്ലാ മാസവും നമ്മൾ സംസാരിക്കുക. അതുകൊണ്ട് ഈ മാസവും ഏപ്രിൽ മാസത്തില് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് നോക്കാം കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കൂടെ അമർത്തിക്കോളൂ കേട്ടോ. അപ്പൊ നമ്മൾ എൻ്റെ വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് അധികം താമസിക്കില്ല, വീഡിയോയ്ക്ക് കിടക്കാം. കന്നി രാശി അല്ലെ, ഉത്രം മുക്കാൽ അത്തം ചിത്തിരടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് കന്നി രാശി എന്ന് പറയാം അല്ലെ. കന്നി രാശിക്കാർക്ക് നോക്കി കഴിയുമ്പോൾ ശനി 7ലേക്ക് വരും. അപ്പൊ ഞങ്ങൾക്ക് കണ്ടക ശനിയല്ലേ, പ്രശ്നമല്ലേ, ശനിയെ കുറിച്ച് ശനിയുടെ ട്രാൻസിഷനെ കുറിച്ച് മാത്രമുള്ള പ്രൊഡിക്ഷൻ നമ്മൾ എന്ത് ചെയ്യണ്ട, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തത് കണ്ടു നോക്കുക കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ശനി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടോട്ടലി ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള പ്ലാനറ്റ് അല്ല. ഓക്കെ, അത് മനസ്സിലാക്കട്ടെ. മൊത്തത്തിൽ ഒരു പ്രശ്നം തരുന്ന ഗ്രഹമൊന്നും അല്ല ശനി കന്നി രാശി കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഗ്രഹങ്ങളുടെയും ദൃഷ്ടി എങ്ങോട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കന്നിക്ക് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കന്നി എന്ന് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്താണ്, 7ാമത്തെ രാശി എന്ന് പറയുന്നത് മീനം. മീനത്തിലാണ് എല്ലാ ഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുക. സൂര്യൻ അതെ അല്ലെ, രാഹു അതെ, ശനി അതെ, ശുക്രൻ അതെ, ബുധൻ അതെ. ഓക്കെ, ഇവരെല്ലാവരും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, മീനത്തിലാണ്. അതുപോലെ തന്നെ കേതു എന്ന് പറയുന്ന ആള് കന്നി തന്നെയാണ് നിൽക്കുക. വ്യാഴം എന്ത് ചെയ്യുന്നുണ്ട്, ഇടവത്തിൽ നിന്ന് കന്നിയിലേക്ക് ദൃഷ്ടി വരുന്നത്, അതിന്റെ 5ാമത്തെ ദൃഷ്ടി വരുന്നുണ്ട് അല്ലെ. എന്നുവെച്ചാൽ ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നിയിലേക്ക് എന്ത് ചെയ്യണ്ട, ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക് നമുക്ക് എന്ത് ചെയ്യണ്ട, നല്ലൊരു എനർജി, നല്ലൊരു പലതരത്തിലുള്ള എനർജി നമ്മളിലേക്ക് ഫീൽ ചെയ്യണം അല്ലെ. പലതരത്തിലുള്ള എനർജി നമ്മളിലേക്ക് വരുന്നുണ്ട്. സോ നമുക്കതൊരു സെൽഫ് മോട്ടിവേഷൻ, സെൽഫായിട്ടൊരു കോൺഫിഡൻസ് ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു ടൈം ആയിരിക്കും. ടൈം നമ്മുടെ മൈൻഡ് ആയാലും കുറച്ചൊരു ക്ലാരിറ്റി, ഒരു വ്യക്തത വരുന്ന സമയമാണ് ഈ ഏപ്രിൽ മാസം എന്ന് പറയുന്നത്. നമ്മൾ തൊഴിൽ സംബന്ധമായിട്ട് നോക്കിയാലൊക്കെ നമുക്ക് പുരോഗതിയും ഭാഗ്യങ്ങളൊക്കെ തരുന്ന ടൈം തന്നെയാണ് ഈ ഒരു ഏപ്രിൽ മാസം എന്ന് പറയുന്നത് കേട്ടോ. നമുക്കൊരു പറഞ്ഞില്ല, പലതരത്തിലുള്ള എനർജി നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളൊന്ന് ആക്റ്റീവ് ആവും, നമുക്കൊരു എനർജി കിട്ടും, ഒരു ഫീല്, ഒരു ഗുഡ് ആവും. ഓക്കെ, ഇവിടെ തൊഴിൽ സംബന്ധമായിട്ട് പ്രൊഫഷണൽ ലൈഫ്, ബിസിനസ് ലൈഫൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് റിസൾട്ട് നമുക്ക് കിട്ടുന്ന ടൈം തന്നെയായിരിക്കും ഈ ടൈം എന്ന് പറയുന്നത്. നമുക്ക് സ്ഥലം മാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് അനുകൂലമായ സമയമാണ്. ബിസിനസ് തുടങ്ങുന്ന ആഗ്രഹിക്കുന്നവർക്ക് അത് അനുകൂലമായിട്ടുള്ള സമയം. നല്ല നല്ല ബിസിനസ് അവസരങ്ങളും നമ്മളിലേക്ക് എത്തുന്ന സമയം, നമ്മളെ തേടിയെത്തുന്ന ടൈം ആയിരിക്കും ഈ ടൈം എന്ന് പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാനുള്ള യോഗം തൊഴിൽ സംബന്ധമായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ശനിയുടെ ദൃഷ്ടി നമ്മൾ നോക്കുമ്പോൾ ശനി ദൃഷ്ടി കന്നിയിലേക്കുണ്ട്. അവിടെ ചെറിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചാൽ തന്നെയും ആ തടസ്സങ്ങൾക്ക് എന്താണ്, നിവൃത്തി ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ആ തടസ്സങ്ങൾ സൃഷ്ടിക്കുമ്പോൾ എന്ത് ചെയ്യണ്ട, അത് നിവൃത്തിയായി വരുന്നുണ്ട്. നമുക്കത് ഒരു വ്യക്തത കിട്ടും. ആ ഒരു തടസ്സം സൃഷ്ടിക്കുന്ന ഒരു കാര്യത്തിന് തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടി ക്ലാരിറ്റിയുടെ ആവശ്യമുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. സോ അത് ക്ലാരിറ്റി ആവുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആ കാര്യത്തിൽ മനസ്സിലാക്കി നിങ്ങൾക്ക് ആ തടസ്സം നീക്കി മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, അവിടെ ശനി ആ തടസ്സം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്, നിങ്ങൾക്ക് ആ കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത ഇല്ലാത്തതുകൊണ്ട് ആ വ്യക്തത ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആ തടസ്സം അവിടെ സൃഷ്ടിക്കുന്നത് തന്നെ. ഓക്കെ, അത് നിങ്ങൾക്ക് എന്താണ്, അനുകൂലമായിട്ടുള്ള കാര്യമാണ്. സോ അതും ടെൻഷൻ അടിക്കാനൊന്നും ഇല്ല. ഇനി അടുത്ത ഫാമിലി ലൈഫ്, കുടുംബ റിലേറ്റഡ് ആക്കി നോക്കി കഴിഞ്ഞാലും ഇവിടെ നിങ്ങൾക്ക് ഒരു ടെസ്റ്റിംഗ് പീരീഡ് ആണ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു പരീക്ഷണ കാലമാണ്. കുടുംബം റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ പാർട്ണറെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ടൈം ആയിരിക്കും ഈ ടൈം എന്ന് പറയുന്നത്, ഏപ്രിൽ മാസം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു പ്രണയകാര്യത്തിലൊക്കെ ഉള്ളവർക്കിടയിലും എന്താണ്, ഒരു പരീക്ഷണങ്ങളും ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. സോ അതൊരു പരീക്ഷണമാക്കി തന്നെ എടുത്താൽ മതി. അതുപോലെ സന്താനത്തിന് വേണ്ടി നോക്കുന്നവർക്ക്, സന്താന കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്കും അത് അനുകൂലമായ സമയം തന്നെയാണ്. പരിശ്രമിച്ച റിസൾട്ട് കിട്ടുന്ന ടൈം തന്നെയാണ് ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ചില ചില തടസ്സങ്ങൾ വന്നാൽ പോലും അത് പിന്നീട് എന്താണ്, കുടുംബത്തിൽ അത് അനുകൂലമായിട്ട് വരുന്ന ഒരു സാഹചര്യവും നമുക്ക് കരുതാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മളൊരു കാര്യം പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായ റിസൾട്ട് നമുക്ക് കിട്ടുക തരും. ഇച്ചിരി ഡിലേ ആയാലും കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ലേഡീസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും കന്നി രാശിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായ സമയം, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കുടുംബത്തിലായാലും നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് ചെറിയ എന്താണ് ഇതൊക്കെ വന്നാൽ പോലും അത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള റിസൾട്ട് തന്നെ പ്രദാനം ചെയ്യുന്നതാണ്. അനുകൂലമായിട്ട് നിങ്ങൾ പാടിനെ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഓക്കെ, ഒരു പ്രശ്നത്തിൽ കുടുംബത്തിൽ ഒരു പ്രശ്നം നടക്കുമ്പോൾ അത് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ കൃത്യമായ കാര്യകാര്യം മനസ്സിലാക്കി അത് സോൾവ് ചെയ്യാൻ സാധിക്കില്ലേ? സോ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ കുടുംബമായിട്ട് നിന്ന് ഐക്യമായിട്ട് ചേർന്ന് പോകാനൊക്കെ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു ഫ്രഷ് മൈൻഡ് കിട്ടാൻ ചാൻസ് കൂടുതലുള്ള സമയമാണ്. നല്ലൊരു വ്യക്തമായ നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവുക, കാലിറ്റി കിട്ടുന്ന ടൈമാണ് ഞാൻ പറഞ്ഞത്. സോ ഒരു വ്യക്തമായ കാലിറ്റി കിട്ടുക, നിങ്ങൾക്ക് ഒരു എനർജി കിട്ടുക, പോസിറ്റീവായിട്ട് എനർജി കിട്ടുക, നിങ്ങൾക്കൊരു ക്ലിയർ ആൻഡ് കോൺഫിഡൻസ് ആവുന്ന ഒരു ടൈമാണ് ടൈം എന്ന് പറയുന്നത്. വിദ്യാർത്ഥികളുടെ മത്സര പരീക്ഷയിലൊക്കെ എഴുതുന്നവർക്ക് നല്ല അനുകൂലമായ സമയം തന്നെയാണ്. നിങ്ങൾ ട്രൈ ചെയ്യുക, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആരോഗ്യ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിന്റെ ശരീരത്തിലൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ക്ഷീണമൊക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കേണ്ട. മനസ്സിന്, ശരീരത്തിന് മാത്രമല്ല മനസ്സിന് ഓക്കെ ചില സമയത്ത് ചില ക്ഷീണങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഹോർമോൺ ബാലൻസുകൾ വരാണ്, ജോയിന്റ് പെയിൻ, അതുപോലെ തന്നെ ശരീരത്തിന് വേദനകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. നമുക്കൊരു തളർന്ന അവസ്ഥ, ഒരു ക്ഷീണം, ഡൾനെസ് ഫീൽ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, മനസ്സിന്റെ ബലം വെക്കാൻ നമുക്കൊരു മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക, ഈശ്വര പ്രാർത്ഥനയൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സിന്റെ ബലം വെക്കും. ഓക്കെ, വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ സീനിയേഴ്സിനെ സംബന്ധിച്ച് നോക്കിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആരോഗ്യത്തിൽ ഒരു എക്സ്ട്രാ ടേക്ക് കെയർ എടുക്കണം. നിങ്ങൾ അതാണ് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, ആരോഗ്യത്തിൽ എക്സ്ട്രാ ടേക്ക് കെയർ എടുക്കുക. മൊത്തം നോക്കി കന്യരാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ തൊഴിൽ റിലേറ്റഡ്, നിങ്ങൾക്ക് വരുമാന റിലേറ്റഡ് നോക്കി നിങ്ങൾക്ക് അനുകൂലമായ ഭാഗ്യാവസ്ഥ തന്നെയാണ് പ്രദാനം ചെയ്യുക. നിങ്ങളുടെ ടെസ്റ്റിംഗ് പീരീഡ് വരിക എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി റിലേറ്റഡ് ആണ് ടെസ്റ്റിംഗ് ആയിട്ട് വരിക. പക്ഷെ ആ ടെസ്റ്റിംഗ് പീരീഡ് നമുക്ക് നല്ല തന്നെയാണ്. നമ്മുടെ പാർട്ട്നേഴ്സിനെയും ഒക്കെ കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊക്കെ നമ്മളെ ബെറ്റർ ക്വാളിറ്റി എടുത്താൽ നമുക്ക് നല്ലതാണ്. ഓക്കെ, ബാക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്, പരിശ്രമിക്കുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ട് റിസൾട്ട് നമുക്ക് കിട്ടുന്ന മന്ത് തന്നെയാണ് ഏപ്രിൽ മാസം എന്ന് പറയുക കേട്ടോ. അതിന് ടെൻഷനൊന്നും അടിക്കേണ്ട. വേറൊരു കാര്യം പറയാണ്, നമ്മുടെ ബുക്കിങ്സ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തേക്കുവാണ് കേട്ടോ. സെപ്റ്റംബർ മാസം വരെയുള്ള ബുക്കിങ്സ് നമ്മൾ എന്ന് വെച്ചാൽ ജൂലൈ വരെയുള്ള ബുക്കിങ്സ് ക്ലോസ് ചെയ്തേക്കുവാണ്. എന്നുവെച്ചാൽ അവരുടെ ഒരു ഫില്ലായി. സോ ഇനി അതിന് കഴിഞ്ഞിട്ടുള്ളൂ. സോ ഇപ്പോഴേ നമുക്ക് അതിന് ഡേറ്റ് എടുത്ത് കൊടുക്കണ്ടല്ലോ. സോ അതുകൊണ്ട് എന്താണ്, നമ്മുടെ ബുക്കിംഗ് ക്ലോസ് ആയേക്കുവാണ്. സോ ഇപ്പം നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടി കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാൻ നോക്കി ഓഫീസിലേക്ക് വിളിച്ചാൽ ബുക്കിംഗ് കിട്ടുകയായിരിക്കില്ല. സോ നിങ്ങൾക്ക് ഒരു കാര്യം അത്ര ആവശ്യമാണ്, അത്ര അർജന്റായിട്ട് നിങ്ങൾക്ക് നോക്കണം എന്നൊരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ അമ്മേനെ കൺസൾട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. രണ്ടുപേർക്ക് ഒരേ ഓഫീസ് നമ്പറാണ്, ഒരേ ഓഫീസിലേക്കാണ് കോൾ വരിക കേട്ടോ. സോ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് നിങ്ങൾക്ക് അനുഭവിക്കുന്ന ഫലങ്ങളും അതുപോലെ എന്തൊക്കെ ദുരിതങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നതിനൊക്കെ വരെ കൃത്യമായിട്ട് പറയും. അത് മാത്രമല്ല, നമ്മ നോക്കുന്ന ജാതകം വെച്ചായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ജാതകം ഇല്ലാത്തവർക്കും പേര് നക്ഷത്രം അറിയില്ലെങ്കിൽ പോലും പേര് അറിയാമെങ്കിൽ പേരും അഡ്രസ്സും ഒക്കെ അറിയാമെങ്കിൽ തന്നെ എന്ത് ചെയ്യും, അമ്മ നോക്കി പറയുന്നതായിരിക്കും കേട്ടോ. അമ്മ നമ്മുടെ എന്താണ് പെൻഡുല ആസ്ട്രോളജിയും കുന്നിക്കുരു ആസ്ട്രോളജി ഒക്കെ ബേസിലാണ് പറയുക. ഓക്കെ, അപ്പം കൺസൾട്ട് ചെയ്യാൻ വേണ്ടി അമ്മേനെ കോൺടാക്ട് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ എൻ്റെ അപ്പോയിന്റ്മെന്റ് ഞാൻ എന്ത് ചെയ്യാം ഇവിടെ ക്ലോസ് ചെയ്യാണ്. അപ്പം സെപ്റ്റംബറിലേക്ക് നമുക്ക് ഇനി ഓപ്പൺ ചെയ്യാം കേട്ടോ. കാരണം വെച്ചാൽ നീട്ടി അപ്പോയിന്റ്മെന്റ് ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, അത്ര നാൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം, അവരും അത് ഓർത്തിരിക്കണം. ഒത്തിരി നീട്ടുള്ള അപ്പോയിന്റ്മെന്റ് അല്ലേ. സോ അറിയാലോ, കൺസൾട്ടേഷൻ ഒന്നും ഞായറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ. ഒരു ദിവസം എത്ര കൺസൾട്ട് ചെയ്യാൻ പറ്റും നമുക്ക്? കൂടിപ്പോയ ഒരു 10 കൺസൾട്ടേഷൻ വരെയൊക്കെ നമുക്ക് ഒരു ദിവസം മാക്സിമം പോകാൻ പറ്റും. കാരണം എന്നാലും നമുക്ക് വാല്യുബിൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ ജൂലൈ വരെ ക്ലോസ്ഡ് ആണ്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അപ്പോയിന്റ്മെന്റ് സ്വീകരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം അതിന് മുമ്പ് നമ്മുടെ പ്രശ്നങ്ങൾ വിധികളൊക്കെ അറിയണം എന്ന് ആഗ്രഹിക്കുന്നവരെ അമ്മേനെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അതുപോലെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഫലങ്ങളൊക്കെ കേൾക്കുമ്പോൾ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആവുക എന്തും ആയിക്കോട്ടെ, ഞാനൊരു റെമഡി പറയാത്ത എന്താണെന്ന് വെച്ചാൽ, അതും നേരത്തെ പറഞ്ഞിട്ടുണ്ട് കുറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. റെമഡി എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ട് പറയാം. ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടാന്ന് വെച്ച് കോമൺ ആയിട്ട് ആ ഒരു പെഡിഷൻ ഡിസ്പെൻസിപ്പെടുത്തി പറയുന്നതല്ലേ. ഓരോ വ്യക്തിപരക്ക് എളുപ്പം വേറെ പരിഹാരങ്ങൾ ചെയ്താവുന്നതാവും. അപ്പം കുറച്ചുകൂടി നമുക്ക് അക്യൂറേറ്റ് ആയിട്ടുള്ള മരുന്ന് നമ്മൾ കഴിക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ടാണ് കോമൺ ആയിട്ടുള്ളൊരു റെമഡി പറയാത്തത് കേട്ടോ. അപ്പം റെമഡി നമുക്കിപ്പം നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക, നമ്മൾ ഈശ്വര പ്രാർത്ഥനകളൊക്കെ കൃത്യമായിട്ട് നടത്തുക, നമുക്കറിയാവുന്ന മന്ത്രജപങ്ങളും കീർത്തനങ്ങളൊക്കെ പാരായണം ചെയ്യുക, ക്ഷേത്ര ദർശനം പറ്റുമ്പോഴൊക്കെ പോവുക. ഇനി ഒരു മാസം നമ്മുടെ നക്ഷത്രം വരുന്ന ദിവസമെങ്കിലും മിനിമം പോയി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി നമ്മൾ എന്ത് ചെയ്യുക, തൊഴുത് നമ്മളാൽ പറ്റുന്ന യഥാശക്തി വഴിപാടുകളൊക്കെ നടത്തി ഈശ്വര വിശ്വാസം നല്ല ഭക്തിയോടെ പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തിയോടെ എന്ന് പറയുമ്പോൾ വേറൊരാൾക്ക് ദോഷം വരണം എന്ന് പ്രാർത്ഥിക്കാതെ നമുക്കും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ നന്മകളുമായ ഒരു ആരോഗ്യമൊക്കെ വരാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് എപ്പോഴും മനസ്സിൽ പോസിറ്റീവ് നിറച്ചുകൊണ്ട് തന്നെ പോകണം. നമ്മുടെ മനസ്സിൽ എന്തൊക്കെ നെഗറ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ഷേത്രത്തിൽ ആ പടി ചവിട്ടുമ്പോൾ നമുക്ക് ആ ഉള്ളിന് ആ
നെഗറ്റിവിറ്റി ഒക്കെ മാറി നമ്മൾ പോസിറ്റീവായിട്ട് നിറഞ്ഞു വേണം തിരിച്ച് ആ ഒരു നമ്മുടെ ആ അമ്പലത്തിന് ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അനുഭവിക്കേണ്ടത്. സോ എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഫ്രീ ആക്കുക, മൈൻഡ് ഫ്രീ ആക്കി തിരിച്ചു വരിക. ഇടയ്ക്ക് ടെൻഷനൊക്കെ വരുമ്പോൾ നമുക്ക് അടുത്തുള്ള ക്ഷേത്രം ഏതാണ് ആ ക്ഷേത്രത്തിന്റെ അടുത്തൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് അവിടെ ഒന്നും കുറച്ച് നേരമൊക്കെ നമ്മൾ ഇരുന്നിട്ട് തിരിച്ച് ഒന്ന് മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്കൊക്കെ വരിക. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഒന്ന് പോസിറ്റീവായിട്ട് നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, ഒരു ടെൻഷനൊക്കെ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകളോട് ഷെയർ ചെയ്യുന്നത് പറ്റുന്നില്ലേ, നമ്മുടെ ആരാധന മൂർത്തിയോട്, നമ്മുടെ ഇഷ്ടദൈവത്തിനോട് നമുക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാം അല്ലെ. നമ്മുടെ മനസ്സറിഞ്ഞ് നമുക്ക് സംസാരിക്കാം, നമ്മുടെ ദുഃഖങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാം. അപ്പൊ ആ ദുഃഖങ്ങൾ തുറന്ന് ഒരാളോട് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു റിലീഫ് ഉണ്ടാവും. അത് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു വഴികാട്ടിയായിരിക്കും കേട്ടോ. അപ്പൊ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം. ദോഷഫലങ്ങളാണടുത്ത് ദുഃഖിക്കുകയോ നല്ല ഫലങ്ങളടുത്ത് ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. എല്ലാം ഒരു സമ്മിശ്രമായ രീതിയിൽ പോകാൻ മുന്നോട്ട്. അപ്പൊ സന്തോഷമായിട്ട് ജീവിതം ഹാപ്പി ആയിട്ട് നോക്കി കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ രാശിയിലെ ഓരോ രാശിക്കാർക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് ജാഗ്രതയായിട്ട് പോവാ കേട്ടോ. അപ്പം ഹാപ്പി ആയിട്ടിരിക്കുക, ഈശ്വര വിശ്വാസത്തോടെ നല്ല കർമ്മങ്ങളും സൽപ്രവൃത്തികളും സൽചിന്തയോടെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാ കേട്ടോ.